സുരക്ഷാ വീഴ്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. പ്രതിഷേധിച്ച 14 പ്രതിപക്ഷ എംപിമാർക്ക് എതിരെ സർക്കാർ കൂട്ട നടപടിയെടുത്തു. ലോക്സഭയിൽ ഇല്ലാതിരുന്ന DMK അംഗത്തിന്റെ സസ്പെൻഷൻ പിന്നീട് പിൻവലിച്ചു. സഭയിൽ സംസാരിച്ചില്ലെങ്കിലും ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ചു. ആറു മലയാളി എംപിമാരടക്കം 13 പേരെ ലോക്സഭയിൽ നിന്നും ഒരാളെ രാജ്യസഭയിൽ നിന്നും സമ്മേളന കാലയളവിൽ സസ്പെൻഡ് ചെയ്തു. ബെന്നി ബെഹന്നാൻ, TN പ്രതാപൻ, VK ശ്രീകണ്ഠൻ, രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട മലയാളി എംപിമാർ. കനിമൊഴി, ജ്യോതിമണി, മാണിക്യം ടാഗോർ തുടങ്ങിയവരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. DMK അംഗം SR പാർത്ഥിബന്റെ പേരും സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ പട്ടികയിലുണ്ടായിരുന്നു. എന്നാൽ പാർത്ഥിബൻ ഇന്ന് സഭയിലെത്തിയിരുന്നില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒഴിവാക്കിയതായി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. One MP who was not here, that she is also suspended, but because of the identity mistake by some of our staff that has happened, and we have dropped that. രാജ്യസഭയിൽ സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറുമായി വാക്പോരിൽ ഏർപ്പെട്ടതിനാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറക് ഒബ്രിയാനെ സസ്പെൻഡ് ചെയ്തത്. സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന ആവശ്യം സർക്കാർ തള്ളിയതോടെ പ്രതിപക്ഷം ഇരുസഭകളിലും നടുത്തളത്തിലിറങ്ങുകയായിരുന്നു. പാർലമെന്റിലെ സുരക്ഷ ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ നിക്ഷിപ്തമാണെന്ന നിലപാടാണ് സ്പീക്കർ ഓം ബിർള സ്വീകരിച്ചത്. അതേസമയം സുരക്ഷാ വീഴ്ചയിൽ സഭയിൽ ചർച്ച വേണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ ചെയർമാന് കത്തു നൽകി. ചർച്ചയ്ക്കായുള്ള രാജ്യസഭാ അധ്യക്ഷന്റെ ക്ഷണം പ്രതിപക്ഷം തള്ളിയതോടെ സമ്മേളനം വരും ദിവസങ്ങളിലും പ്രക്ഷുബ്ധമാകും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.